ഞാനൊരു ദൂത് പറയാം. ദൈവാനുഗ്രഹം നിന്റെ മേൽ ഇറങ്ങിയാൽ നിന്റെ അതിരുകൾ വിസ്താരപ്പെടും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. 2 വേദവാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 7 verse 13 and 14. 13-14 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആവർത്തന പുസ്തകം മോശയാൽ രചിക്കപ്പെട്ടതാണ്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ആവർത്തന പുസ്തകം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ ദാസനായ മോശ, സ്തോത്രം, 5-ാം അധ്യായം പഠിക്കുമ്പം ഇസ്രായേൽ മക്കളെ വിളിച്ച് മുമ്പിൽ നിർത്തി മോശ പറഞ്ഞതെന്ന് പറഞ്ഞാണ് 5, 6, 7 അധ്യായങ്ങൾ. അതിനകത്ത് സ്തോത്രം, നമ്മുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ മോശ ഇസ്രായേൽ മക്കളെ ഒന്നുകൂടെ പറഞ്ഞുറപ്പിക്കുകയാണ്. മോശ അബ്രഹാമിനോട് തൊട്ട് ചെയ്ത വാഗ്ദത്തങ്ങളെ ഒന്നിച്ച് കോർത്തിണക്കിയിട്ട് 3 കാര്യങ്ങൾ ഒരു മാല പോലെ ചേർത്ത് മോശ പറയുകയാണ്. ഇസ്രായേൽ മക്കളോട് പറയുക, അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈകൊടുത്ത് പറ, ദൈവം നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. സകല ജാതികളിലും വെച്ച് നീ ഒരനുഗ്രഹമായിരിക്കും. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറയണം, കർത്താവിനെ സ്നേഹിക്കും, കർത്താവിനെ അനുഗ്രഹിക്കും, കർത്താവിനെ വർദ്ധിപ്പിക്കും. സ്തോത്രം. 70 80 വർഷമാണ്, അല്ലെ 90 വർഷമാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വാസം ചെയ്യാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന കാലയളവ്. അപ്പം ദൈവം നമുക്കിട്ടിരിക്കുന്ന ആയുസ് 70 80 90 100 ആകാം. ഈ ആയുസ്സിനിടയ്ക്ക് ശപിക്കപ്പെട്ടവനായിട്ടും ജീവിക്കാം, അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടും ജീവിക്കാം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങൾ ശപിക്കപ്പെട്ടവരായിട്ടാണോ ജീവിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണോ ജീവിക്കുന്നത്? ശ്രദ്ധിക്കണം. ആവർത്തന പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഇതാ ഞാൻ അനുഗ്രഹവും ശാപവും നിനക്ക് മുമ്പിൽ വെക്കുന്നു. അനുഗ്രഹം വേണേ തിരഞ്ഞെടുക്കാം, ശാപം വേണേ തിരഞ്ഞെടുക്കാം. ശാപം വരാൻ എന്ത് ചെയ്യണമെന്ന് ബൈബിളിലുണ്ട്, അനുഗ്രഹം വരുവാൻ എന്ത് ചെയ്യണമെന്നും ബൈബിളിലുണ്ട്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും. നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ്റെ വഴികൾ വിട്ടു നടന്നാൽ ശാപം നിനക്കുണ്ടാകും. അവരവരാ തീരുമാനിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കണോ, ശപിക്കപ്പെട്ടവരായി ജീവിക്കണമോ. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, 70 80 വർഷമുള്ള ഈ കൊച്ചു ജീവിതത്തിനകത്ത് എത്ര പേർക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്? എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക? അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുമ്പം കോടീശ്വരന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, സമ്പത്ത് കുറഞ്ഞ പലരും അനുഗ്രഹിക്കപ്പെട്ടില്ലെന്നല്ല. അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് സമ്പത്ത് എന്നുള്ളതേ ഉള്ളൂ. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെയുള്ള ജീവിതം. സ്തോത്രം. അതാണ് അനുഗ്രഹം. ഞാൻ ഇനി ബൈബിളിലോട്ട് വരിക. എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്? ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വർഷങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചിട്ടും ഒട്ടും അനുഗ്രഹിക്കപ്പെടാത്ത ചിലർ ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോവുക. 2024 നീ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഗോൾഡൻ ഇയറാക്കി എൻ്റെ ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, നീ അനുഗ്രഹിക്കപ്പെടുവാൻ സമയമായി എന്ന് പറ. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. നീ അനുഗ്രഹിക്കപ്പെടുവാൻ സമയമായെന്നുള്ളത് ദൂത്. നമ്മൾ വചന വെളിപ്പാടിലോട്ട് വരിക. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ശുശ്രൂഷിക്കുന്നേ, നമ്മളെല്ലാം കൂടെ ചേർന്ന് ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ശുശ്രൂഷകന്മാരടക്കം, ദൈവത്തിന് സ്തോത്രം, ഒന്നിച്ച് ശുശ്രൂഷയിൽ നിൽക്കണം.
ദൈവത്തിന് സ്തോത്രം. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുന്ന, ഇവിടെ സ്റ്റേജിലുള്ളവരുടെയും സപ്പോർട്ട് വേണം ശുശ്രൂഷയ്ക്ക്. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, ഏതൊക്കെയോ വ്യക്തികളെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നത്? വേദപുസ്തകത്തിലെ വചനത്തിലോട്ട് നമ്മുടെ ദൂതുകളെ കൊണ്ടുപോകാം. വചനത്തിലൂടെ സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഗതികേടുകൾ ദൈവം മാറ്റുവാൻ പോകുന്നത്. 24-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും, വെടിപ്പുള്ള കയ്യ്, നിർമ്മല ഹൃദയമുള്ളവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെ, വ്യാജത്തിന് മനസ്സ് വെക്കാതെ, കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ, കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും. യഹോവയോട് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അവ എഴുതി വെച്ചിരിക്കുകയാണ്: വെടിപ്പുള്ള കയ്യ്, നിർമ്മല ഹൃദയം. ദൈവത്തിന് സ്തോത്രം. വ്യാജത്തിന് മനസ്സ് വെക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ, അവനാണ് യഹോവയോട് അനുഗ്രഹം പ്രാപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, ഇങ്ങനെ വേണം അനുഗ്രഹം പ്രാപിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വചനത്തിൽ കൂടെ ചേർന്ന് വരികയാണ്. ഹല്ലേലൂയ. വെടിപ്പുള്ള കൈയുള്ളവൻ, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ, അവനാണ് യഹോവയുടെ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഇനി എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം? ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കാം ദൈവത്തിൽ നിന്ന്. സ്തോത്രം. അക്സ തൻ്റെ പിതാവായ കാലേബിനോട് ചോദിക്കുകയാണ്: അപ്പാ, എന്നെ തെക്കേ ദേശത്തേക്കല്ലയോ വിട്ടത്? ഒരനുഗ്രഹം കൂടെ എനിക്ക് തരാമോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് നിമിത്തം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നവരെന്ന് കൈ ഉയർത്തിക്കേ. സ്തോത്രം. ഇന്ന് ആത്മാവ് ഒരു ദൂതൂടെ പറയുക, കിട്ടിയതിൻ്റെ മുകളിൽ ഒരനുഗ്രഹം കൂടെ വേണമെന്ന് എത്ര പേർ ചോദിക്കും? അപ്പ എനിക്ക് ഒരനുഗ്രഹം കൂടെ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുക, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമായി ഇതിനകത്തുള്ളത്. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് പറയണം, അപ്പാ എനിക്കൊരനുഗ്രഹം കൂടെ. ഞാൻ തുടക്കത്തിലേ പറയാം, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടം ആരാണ്? യേശുവാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. നിന്റെ ബന്ധുക്കളല്ല നിന്നെ അനുഗ്രഹിക്കുന്നത്, നിന്റെ വീട്ടുകാരല്ല നിന്നെ അനുഗ്രഹിക്കുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സ്തോത്രം, ഇപ്പോഴത്തെ സാഹചര്യം നോക്കി മനസ്സ് മടുക്കണ്ട, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിന് എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പം മകൾ അപ്പനോട് ചോദിക്കുക, അപ്പാ എനിക്ക് ചില നീരുറവകൾ തരാമോ? ഉത്തരം കേട്ടോ, അവൻ്റെ അപ്പൻ അവൾക്ക് താഴ്വരയിലും മലയിലും ഉറവകൾ കൊടുത്തു. ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല, വായിക്കേണ്ട ഭാഗത്തോട്ട് വരാം. ഒരു മോളപ്പനോട് എനിക്ക് ഒരനുഗ്രഹം കൂടെ താന്ന് പറഞ്ഞ പോലെ ഈ സഭായോഗത്തിൻ്റെ നടുവിൽ എത്ര പേര് നിന്റെ അപ്പനോട് ചോദിക്കും, ഇന്നൊരനുഗ്രഹം കൂടെ എനിക്ക് താ. സ്തോത്രം. ചിന്തിച്ച് തല പുകയുന്ന നിന്നോടാ ദൈവം സംസാരിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടാത്തൊരനുഗ്രഹം നിനക്ക് തരാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നീ ചോദിക്കാൻ തീരുമാനിക്ക്, അപ്പാ ഒരനുഗ്രഹം കൂടെ. സ്തോത്രം. ഞാൻ ദൈവത്തിൽ നിന്നൊരു ദൂത് കേൾക്കുന്നു, നിന്റെ വീട്ടിൽ വെച്ച് നീ വ്യത്യസ്തനാകാൻ പോകുന്നു, നിന്റെ ചർച്ചിൽ വെച്ച് നീ വ്യത്യസ്തനാകാൻ പോകുന്നു, നിന്റെ സ്നേഹിതന്മാരുടെ നടുവിൽ നീ വ്യത്യസ്തനാകാൻ പോകുന്നു. ആരാധിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇന്ന് എല്ലാവരും മിണ്ടാതിരുന്നാലും നീ മിണ്ടാതിരിക്കരുത്. അപ്പനോട് ചോദിച്ചോണ്ടിരിക്കണം, അപ്പാ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് നീ തന്നു, ചെറുതും വലുതുമായി തന്നു, എണ്ണിയാ തീരാത്ത പോലെ തന്നു, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. എന്നാൽ ഇന്ന് ഞാൻ ചോദിക്കുക, ഒരനുഗ്രഹം കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം, ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, മഴ പെയ്തിറങ്ങുന്നത് പോലെ ചില വീടുകൾക്കകത്ത് ഈ അനുഗ്രഹം പെയ്തിറങ്ങുവാൻ പോകുകയാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ രക്തബന്ധങ്ങൾ തിരിച്ചറിയാൻ പോവുക. നിന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന് നിന്റെ ചർച്ചക്കാൾ തിരിച്ചറിയാൻ പോവുക.
ഇന്നത്തെ ആരാധനയ്ക്കകത്ത് ഇവിടെ മഴ പെയ്തിറങ്ങുന്നത് പോലെ ചില ശിരസുകളിൽ ദൈവാനുഗ്രഹം പെയ്തിറങ്ങുകയാ. സർവ്വ അനുഗ്രഹത്തിന്റെ ഉറവിടം ക്രിസ്തുവാ. മനസ്സിലാക്കി തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ. ഞാൻ ബൈബിളിന്റെ വെളിപ്പാട്, യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബൈബിളിലുണ്ട്. വായിക്കേണ്ട വാക്യത്തിലോട്ട് വരാം. അവന്റെ വാക്ക് കേട്ടോണം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രാർത്ഥിച്ചാൽ അങ്ങനൊക്കെ വാശിയോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ അനുഗ്രഹത്തിന് എൻ്റെ അടുത്തിരിക്കുന്ന ആളല്ല തടസ്സം. നീ ദൈവത്തോട് ചോദിക്കണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ഇനി വേദപുസ്തകം ശ്രദ്ധിച്ച്, പ്രതിസന്ധിക്കകത്താണ് അനുഗ്രഹിക്കപ്പെട്ടത്. വേദപുസ്തകത്തിൽ ആരനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ടെ. കാലേബിനോട് തൻ്റെ മകൾ ഒറ്റയ്ക്ക് ചോദിക്കുക, ഒരുറവ തരാമോ അപ്പ? യാക്കോബ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, എന്നെ ഒന്ന് അനുഗ്രഹിക്കാമോ അപ്പ? ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് ചില യാബോക്കടവ് വന്നത് തകർക്കാനല്ല, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേര് മാറ്റാനാ. ഓ ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് പറയാം. നീ നിൽക്കുന്നത് ശാപത്തിന്റെ ഓരത്തല്ല, അനുഗ്രഹത്തിന്റെ അരികിലാണ്. ഒന്ന് കൈ നീട്ടിയാൽ അവിടെ ചെല്ലാം, ഒന്ന് കാല് നീട്ടിവെച്ചാൽ അവിടെ എത്താം. അത്ര അടുത്താണ് നീ എന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ഇന്ന് പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുക. ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. സ്തോത്രം, 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 സ്തോത്രം. എനിക്കൊരു കാര്യം ഉറപ്പ്, അനുഗ്രഹം ഇറങ്ങുവാനുള്ള തടസ്സങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയെ പൊട്ടും. ഞാനൊരു വെളിപ്പാട് കാണുക. ചില വീടുകളിലേക്ക് ഒഴുകി വരുന്ന ഒഴുക്കിനെ മഴിമധ്യത്തിൽ മതിൽ കെട്ടി തടയുന്നത് പോലെ തടഞ്ഞ മതിലുകളെ ഇന്ന് പൊട്ടിച്ച് നിന്റെ കൂടാരത്തിനകത്തോട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ. Oh, thank God. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. മനസ്സുകൊണ്ട് പറഞ്ഞേ, ഞാനൊരു അനുഗ്രഹത്തിന്റെ വാതുക്കലാണ്, ഞാനൊരു അനുഗ്രഹത്തിന്റെ അടുക്കലാണ്. ഈ ദിവസങ്ങളിൽ കൈ നീട്ടി അനുഗ്രഹം എടുക്കാൻ പോകുകയാ. സ്തോത്രം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് പറ. അച്ഛ ചോദിക്കുക പിതാവിനോട്, അപ്പാ എനിക്ക് നീരുറവകളുടെ തരാമോ? എന്നെ തെക്കേ ദേശത്തല്ലേ വിട്ടത്? അപ്പൻ പറയുക, നിനക്ക് താഴെയും തരാം ഉറവ, മേളിലും തരാം. ഇന്ന് പകൽ ഒരു പ്രവചനം പറയാം, നിനക്ക് കീഴുറവയും മേലുറവയും തരാൻ അപ്പന്റെ കയ്യിൽ ഉറവകളുടെ കലവറയുണ്ട്. ചിലർക്കൊക്കെ നിന്നോട് അസൂയ വരത്തക്കവണ്ണം എന്റെ ദൈവം നിനക്ക് കീഴുറവയും മേലുറവയും തരുമെന്ന. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഒന്ന്, അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് യോഗ്യത പറഞ്ഞു. വെടിപ്പുള്ള കയ്യ്, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ. അടിയുറപ്പ് പറയാം, അങ്ങനെ ഒരുത്തൻ കോട്ടയത്തുണ്ടെങ്കിൽ അവൻ യഹോവയുടെ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. രണ്ടാമത്, വചനത്തിൻ്റെ വ്യവസ്ഥ നിനക്ക് ചോദിച്ചു വാങ്ങിക്കാം. അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ, അപ്പനും മകളും തമ്മിലുള്ള ബന്ധമാണ് നിന്റെ ബന്ധമെങ്കിൽ നിനക്ക് ചോദിക്കാൻ റൈറ്റ് ഉണ്ട്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക. നിന്റെ ബന്ധം മോൻ അപ്പനോട് ചോദിക്കുന്ന ബന്ധമാണെങ്കിൽ, മകൾ അപ്പനോട് ചോദിക്കുന്ന ബന്ധമാണെങ്കിൽ നിനക്കപ്പൻ തരാതിരിക്കത്തില്ല. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ അത് പ്രാപിക്കാം. എപ്പോഴേ? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ചുറ്റുപാട് എനിക്ക് അനുകൂലമെന്നല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ മാറത്തുള്ളൂ. സ്തോത്രം. ഞാൻ നിങ്ങളുടെ വിശ്വാസ തലം വർദ്ധിക്കാനും വെളിപ്പാടുകളുടെ കലവറകൾ വർദ്ധിക്കാനുമായി ദൂതിനെ മറ്റൊരു തലത്തിലേക്ക് ഒന്ന് തിരിച്ചുകൊണ്ട് പോകുകയാണ്. വേദപുസ്തക ചരിത്രത്തിനകത്ത്, സ്തോത്രം, ബൈബിൾ പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആ വാക്യം ഒരിക്കൽ കൂടെ നമുക്കൊന്ന് വായിക്കാം. ദൈവം നിന്നെ സ്നേഹിച്ച്
ദൈവം നിന്നെ അനുഗ്രഹിച്ച് ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എല്ലാവരും പറഞ്ഞ്, കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ അനുഗ്രഹിക്കുന്നു, കർത്താവിനെ വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭർത്താവും ഭാര്യയും കൂടെ തമ്മി കാണുമ്പോൾ പറയണം, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു, കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുന്നു. എന്നെ മുഖത്ത് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, എന്നോട് പറയുന്നില്ലല്ലോ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു, കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുക, ദൈവം നിന്നെ സ്നേഹിക്കുന്ന കാഴ്ച, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന കാഴ്ച, ദൈവം നിന്നെ വർദ്ധിപ്പിക്കുന്ന കാഴ്ച. അബ്രഹാമിനോടാണ് അനുഗ്രഹത്തിന്റെ വചനങ്ങൾ ദൈവം കൊടുത്തത് ആദ്യം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 22:17 അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. ഉൽപ്പത്തി 24:1 അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. ഞാൻ ഈ 3 ദൂതുകൾ പറയാം. ഇന്നും നിന്നെ അനുഗ്രഹിക്കും ദൈവം. അടുത്ത റേഞ്ച് ഐശ്വര്യമായി അനുഗ്രഹിക്കും ദൈവം. അടുത്ത റേഞ്ച് പറയാം, അതിനപ്പുറത്തെ സകലത്തിലും. എനിക്കറിയത്തില്ല, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നീ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം തെളിയിക്കാൻ പോകുന്നു. മാത്രമല്ല, ഒരു ഐശ്വര്യമായ അനുഗ്രഹം. സ്തോത്രം. ഈ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഐശ്വര്യമായ ഒരു അനുഗ്രഹം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ പ്രസംഗം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ. വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട 2 പേരുടെ കാര്യം പ്രസംഗിക്കാൻ പോവാ. ഇന്ന് ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പം നീ ഇതുവരെ ചിന്തിച്ച എല്ലാ ചിന്തയും നിന്റെ മനസ്സിൽ നിന്ന് ക്യാൻസൽ ആവും. നീ തന്നെ അത്ഭുതപ്പെടാൻ പോവാ, ഇങ്ങനെ ദൈവം അനുഗ്രഹിക്കുമോ എന്ന്. ആ വചനത്തിലോട്ടാണ് വരാൻ പോകുന്നത്. എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വേദപുസ്തകത്തിലുണ്ട്. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലാണ്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണ് അവന്റെ ചരിത്രം. എബേസിനെ കുറിച്ച് ചരിത്രം പറയുന്നത് അവൻ വ്യസനപുത്രനാ, ദുഃഖപുത്രനാന്ന ചരിത്രത്തിന്റെ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ മകൻ ജനിച്ചപ്പോൾ അവന്റെ അപ്പൻ പോലും അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ വികൃതമായ രൂപമുള്ള, ചരിത്രത്തിന്റെ തെളിവുകൾ പറയുന്നത് ദേഹത്ത് സ്കിന്നില്ലാത്ത രക്തമയമുള്ള എബേസ്. ഒത്തിരി കുറവുകൾ എബേസിനുണ്ട്. പക്ഷേ എബേസ് ഒരു കാര്യം മനസ്സിലായി, ഏതു ശപിക്കപ്പെട്ട വീട്ടിൽ ജനിച്ചാലും അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ മതി. ഞാനിന്ന് മെസ്സേജ് പറയുമ്പോൾ ജീവിതം 0-യിൽ കിടക്കുവാന്നേലും നീ പേടിക്കണ്ട, നീ അനുഗ്രഹിക്കപ്പെടാനുള്ള സമയമായി. തിരിച്ചറിഞ്ഞോ? രാമിയും പറഞ്ഞാട്ട്. സ്തോത്രം. എബേസ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാചകം നമുക്ക് എടുത്തുകൊണ്ട് ശുശ്രൂഷ തുടങ്ങാം. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായം 10-ാം വാക്യം. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. ഇവിടെ രാമിയും പറയണം. എബേസ് പറയുകയാണ്, എന്നെ നീ നിശ്ചയമായും അനുഗ്രഹിക്കും, എനിക്ക് ഉറപ്പാ. എത്ര പേര് ആമീൻ പറയും? ദൈവം എന്നെ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, നിശ്ചയമായും നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇപ്പോഴുള്ള സാഹചര്യം കണ്ട് പേടിക്കണ്ട, ഈ സാഹചര്യമൊക്കെ മാറാൻ പോവാ. ഇപ്പോഴുള്ള സ്ഥിതി കണ്ട് പേടിക്കണ്ട, അതൊക്കെ മാറാൻ പോവാ. നീ അനുഗ്രഹിക്കപ്പെടും, നിശ്ചയം. എത്ര പേര് അതിന് ആമീൻ പറയും? ഇപ്പം നിനക്ക് കടബാധ്യതയുണ്ട്, ഇപ്പം നിനക്ക് രോഗമുണ്ട്, ഇപ്പം നിനക്ക് ഫൈനാൻഷ്യൽ ലൈബിലിറ്റി ഉണ്ട്, ഇപ്പം നിന്റെ ജോലി കുടുങ്ങിക്കിടക്കുക. ദൈവം പറയാ, അത് പേടിക്കണ്ട, നിശ്ചയമായി. ഇന്ന് ഉറപ്പിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. എന്ത് ചെയ്യും? നിശ്ചയമായും. എത്ര പേര് എന്നോട് ചേർന്ന് പറയും, നിശ്ചയമായും ഞാൻ ബ്ലസ്ഡ് ആയിരിക്കും. എൻ്റെ കുടുംബങ്ങളിൽ വെച്ച് എന്നോളം അനുഗ്രഹിക്കപ്പെട്ട ആരും കാണത്തില്ല. കാരണം ഞാൻ പറയുക, ഞാൻ നിശ്ചയമായി. സ്തോത്രം, സ്തോത്രം. ഞാൻ ചുമ്മാ കൈയടിക്കാൻ വന്നതല്ല, ഞാൻ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടാൻ വന്നതാ. സ്വർഗത്തിൽ പോകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന ലക്ഷണം. ഒരാമയും പറഞ്ഞാട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാം, നിന്നെക്കുറിച്ച് പുച്ഛിച്ചിരിക്കുന്ന രക്തബന്ധങ്ങളുടെ നടുവില് ദൈവം പറയാ, ഞാൻ നിന്നെ നിശ്ചയമായി. മനസ്സിൽ ഉറപ്പിക്കാമോ? നിശ്ചയമായി. അടുത്ത പദം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. എബേസ് ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കി. അനുഗ്രഹിച്ചപ്പെട്ട് കഴിയുമ്പോ പിന്നെ അതിരെന്ത് ചെയ്യും? വിസ്താരപ്പെടും. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. 5 സെന്റിനകത്ത് താമസിക്കുന്ന നീ 3 സെന്റിലോട്ട് പോകുമല്ല, നിന്റെ അതിര് വിസ്താരപ്പെടുക. എനിക്കൊരിക്കലും ഒരു അനുഭവം ഉണ്ടായി.
തിരുവനന്തപുരത്ത് ഒരു വീടിനകത്ത് പ്രാർത്ഥിക്കാൻ പോകേണ്ട സാഹചര്യം 15 കൊല്ലങ്ങൾക്ക് പുറകിലുണ്ടായി. 15, 16, 17 ആയിപ്പോയി. ചിലപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അവരവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, സ്തോത്രം, ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു, എല്ലാം വിറ്റ് തീർന്നു. ഇപ്പം 7.5 സെന്റിനകത്താ ഈ വീട്, കൂടാതെ ഒരു 6 സെന്റുണ്ട്. കടമാ ഭയങ്കരമായിട്ട്. ഈ 6 സെന്റ് വിൽക്കാൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവർ ഒന്നുകൂടെ പറഞ്ഞു, ഇനിയും ഒന്നും വിൽക്കാതിരിക്കാനും പ്രാർത്ഥിക്കണം. അവരെ പെട്ടെന്ന് അലമാരി തുറന്ന് പുള്ളിക്കാരൻ്റെ ഭാര്യ ആധാരം എടുത്തോണ്ട് വന്നു. ഈ കിലുങ്ങുന്ന പ്ലാസ്റ്റിക് കവറിലാണ് വെച്ചേക്കുന്നത്. പണ്ടൊക്കെ ഓർക്കുന്നില്ല, യോഗം ബൈബിളിനകത്തേക്ക് ഇങ്ങനെ ഓട്ടിരുമ്പോൾ യോഗം കഴിയുമ്പോൾ ഇത് അടയ്ക്കുന്ന സൗണ്ട് ഭയങ്കരമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കടാ. അവരിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ആധാരം എടുത്തു വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എഴുതി വെച്ചു, ഇത് വിൽക്കണം. അടുത്ത് എഴുതി വെച്ചു, ഇതിനി ഒരിക്കലും വിൽക്കരുത്. സ്തോത്രം. വിൽക്കണമെന്ന് പറഞ്ഞതിൽ വലത് കൈയും വെച്ചു, വിൽക്കണ്ട എന്ന് പറഞ്ഞതിനകത്ത് ഇടത് കൈയും വെച്ചു. ഒരു പ്രാർത്ഥന പറഞ്ഞു, കർത്താവേ, ഈ പ്രമാണം, ഈ ആധാരം, സ്തോത്രം, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഞാൻ എറണാകുളത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പം ഒരു സ്ത്രീ ഒരു ഫയലുമായിട്ട് എൻ്റെ അടുക്ക വന്നു. വലിയ ഇത്രയും വലിപ്പത്തിലൊരു പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ടാ പുള്ളിക്കാരി. TV പ്രോഗ്രാം കണ്ട് വന്നതാ. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ വീട് ജപ്തിക്ക് അയക്കുക. സ്തോത്രം. ആദ്യമേ ആ ജപ്തിയുടെ നോട്ടീസെല്ലാം കാണിച്ചു, അത് ഫയൽ ചെയ്തേക്കുക. അതിന് മുകളിൽ എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആവർത്തന പുസ്തകം തൊട്ട് വെളിപ്പാട് വരെ വാഗ്ദത്ത വചനങ്ങൾ DTP എടുത്ത് ഫയൽ ചെയ്തേക്കുക. അതിന് താഴെ TV-യിൽ ഞാൻ പ്രസംഗിച്ചപ്പം പാസ്റ്റർ അനി ജോർജ് പ്രസംഗിച്ച വചനങ്ങൾ, യഹോവയുടെ വചനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടൊരു 5 പേജ് പറയുക. ഇത് ഇന്ന് പോകുന്ന വഴിക്ക് DTP എടുത്ത്, സ്തോത്രം, ഇതിനെ മണ്ടേ വെക്കും. എന്നിട്ട് ഇനിയും പറയുക, ഇനി ചിലതുകൂടെ DTP എടുക്കാനുണ്ട്, അത് എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ, ശരിയായി എഴുതിയില്ല. എന്നിട്ട് അവർ പറയുക, പാസ്റ്റർക്ക് ഒരു കാര്യം അറിയാമോ, എൻ്റെ ജപ്തി ഇപ്പം വചനത്തിനടിയിലാണ്, ഇനി കുറച്ചുകൂടെ വചനം ഇട്ടാൽ ഈ വിഷയം പരിഹരിക്കപ്പെടും. എന്നിട്ട് ആ ഫയലുമൊക്കെ പിടിച്ച് അവർ യോഗത്തിന് കയറിയിരിക്കുന്ന കണ്ടപ്പം ഞാൻ അവരെ പ്രസംഗത്തിനിടെ പല പ്രാവശ്യം തുറച്ചു നോക്കി. നമ്മൾ അന്നെ ജപ്തിയെന്ന് കേൾക്കുമ്പോഴേ വാടി താഴെ വീണ്, ഇനി ആര് രക്ഷിക്കാനാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. അങ്ങനല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ സ്ത്രീ ആദ്യമായിട്ട് യേശുവിനെ കേൾക്കുക. പക്ഷെ അവിടെ ഉള്ളിൽ ആ വചനമെല്ലാം മുകളിൽ വെച്ച് പോകാൻ നേരത്തും ആ ഫയൽ കൊണ്ട് എൻ്റെ കയ്യിലൊന്ന് തന്ന് പ്രാർത്ഥിച്ചിട്ടാ പോയെ. ഞാൻ ദൈവത്തിൻ്റെ ദൂത് നിങ്ങളോട് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, ദൈവം വലിയ കാര്യം ചെയ്യും. ഞാൻ ആ ആധാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് വിൽക്കണം, മറ്റേത് വിൽക്കരുത്. സ്തോത്രം. ആമീൻ. ആ ഒരു 1.5 മാസമോ 2 മാസം കഴിഞ്ഞപ്പം വിൽക്കണമെന്ന് പറഞ്ഞ സ്ഥലം വിറ്റു. പിന്നെ ഇനി 7.5 സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. കോവിഡൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം എന്നെ അതേ ഫാമിലി വീട്ടിലോട്ട് വിളിച്ചു, പാസ്റ്റർ അർജൻറ്റായിട്ടൊന്ന് വരണം. എനിക്ക് അവർ വരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത് എപ്പോഴും. അപ്പം ചെല്ലേണ്ടതായിട്ട് വന്നു. അപ്പം ഞാനിവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, മോടെ വിവാഹം തീരുമാനിച്ചു, അവക്ക് എത്ര ആധാരം കൊടുക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കാനാണ് വിളിച്ച്. എന്നിട്ട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ആധാരം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു ട്രോളി വലിച്ചുകൊണ്ട് വരുന്നു, ഫുൾ ആധാര. സ്തോത്രം. ഇനിയും വിൽക്കല്ലെന്ന് പ്രാർത്ഥിച്ചതാ. സ്തോത്രം. എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു 7 ആധാരം അവൾക്ക് കൊടുക്കാൻ. 10-33 എങ്ങാണ്ടുണ്ട് ആധാരം, ഞാൻ ഓർക്കുന്നില്ല, അതിമേലുണ്ട്. അപ്പം അവരുടെ പേഴ്സണൽ സെക്രട്ടറിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഈ 7 ആധാരം എടുത്ത് അങ്ങോട്ട് കൊടുത്തപ്പം അയാൾ അതിൻ്റെ ഇപ്പോഴത്തെ വില പറഞ്ഞു 17 കോടിയിലധികം. മോക്ക് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ വലിയൊരു കാര്യത്തിലൂടെ മനസ്സിനെ കൊണ്ടുവരിക. പണ്ട് ഒരു ഭൂമി വിൽക്കരുത്, ഒരു ഭൂമി വിൽക്കണമെന്ന് പ്രാർത്ഥിച്ചവരുടെ വീട്ടിൽ അതിര് ചുരുങ്ങുമല്ല, അതിര് വിസ്താരപ്പെട്ടു. ഞാൻ ഒരു ദൂത് പറയാം, ദൈവാനുഗ്രഹം നിന്റെ മേൽ ഇറങ്ങിയാൽ നിന്റെ അതിരുകൾ വിസ്താരപ്പെടും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. എത്ര പേരത് വിശ്വസിക്കും? എന്നെ സ്നേഹിക്കുന്നവന് വസ്തുവകകൾ ഞാൻ അവകാശമായി കൊടുക്കും. ആരെങ്കിലുമൊക്കെ വാടക വീട്ടിൽ കിടക്കുന്നവരുണ്ടെ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, നിന്നോടുള്ള ദൂത, നിനക്ക് വസ്തുവക ഒന്ന് പറഞ്ഞേ, അവകാശമായി തരും.
ഞാൻ എന്തൊക്കെയോ സ്തോത്രം, നിങ്ങൾ ഇന്ന് തൊട്ട് എന്നും പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥന നടക്കും. ഞാൻ ദൈവത്തിൻ്റെ വായായി പ്രവചിക്കുക. നീ മനസ്സിൽ പറഞ്ഞ നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് കൈ ഉയർത്തി പറ, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും. രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ടൊന്ന് വാ തുറന്ന് പറ, നിശ്ചയമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഓ നിശ്ചയമായും 2-3 ആവർത്തി പറഞ്ഞേ. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിശ്ചയമായി. ഓ ഹല്ലേലൂയ. എത്ര പേർ ആരോടോ ദൈവം പറയുകയാണ്, ഒരു അനുഗ്രഹം വെളിപ്പെടാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിശ്ചയമായി, നിശ്ചയമായും, നിശ്ചയമായും. ഇങ്ങനെ പറയിക്കുന്നേ. നീ ഉറപ്പിക്കുക, നിന്റെ വീട്ടിൽ സാത്താൻ പറഞ്ഞതല്ല നടക്കുന്നേ, നീ പറയുന്നത് നടക്കും. നിശ്ചയമായി. എന്നെ നോക്കിയാ, ഞാൻ പെട്ടെന്ന് പോട്ടെ. ഒരിക്കല് എങ്ങനെയാ ഈ അനുഗ്രഹം വരുന്നേ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എങ്ങനെയാ ഈ അനുഗ്രഹം വരുന്നേ? ഒരിക്കലും ഒരു വല്യപ്പച്ചൻ വീട്ടുമുറ്റത്ത് താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കുക. ബൈബിളിലെ അപ്പച്ചനാ. ഇസ്രായേലിന്റെ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. കൽപ്പന എന്താണെന്നറിയോ? ആ വല്യപ്പന്റെ വീട്ടിൽ ഈ പെട്ടകം കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. ഞാനൊരു തുടക്കത്തിലെ ദൂത് പറയാം. തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അനുഗ്രഹം നിന്റെ വീട്ടുപേര് ചോദിച്ചു വരും. വിശ്വാസം കൊണ്ട് സ്തോത്രം ചെയ്യാവൂ. നീ അങ്ങോട്ട് പോകണ്ട, നിന്റെ വീട്ടുപേര് ചോദിച്ച്. വിശ്വാസം കൊണ്ട് സ്തോത്രം ചെയ്യ്. എന്നോട് ദൈവാത്മാവ് പറയാ, തെരഞ്ഞു പിടിച്ചൊരു അനുഗ്രഹം ഞാൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. നിന്റെ വീട്ടുപേര് ചോദിച്ച്, നിന്റെ പേര് ചോദിച്ച്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ അപ്പച്ചൻ ചോദിച്ചു, ഈ ആയിരക്കണക്കിന് ആൾക്കാരെ എങ്ങോട്ട് പോവാ? ഉടനെ പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് കൽപ്പിച്ചു നിന്റെ വീട്ടിൽ പെട്ടകം വെക്കാൻ. അന്നേരം വല്യപ്പച്ചൻ ചോദിച്ചു, ഞാൻ ഇനി എവിടെ കിടക്കും? അത് രാജാവ് കൽപ്പിച്ചിട്ടില്ല, നീ എവിടെയെങ്കിലും കിടന്നു ആ പെട്ടകം. ഈ അപ്പച്ചൻ ചോദിച്ചു, ഈ പെട്ടകത്തിന് ഗുണമുണ്ടോ? ആ ഗുണമുണ്ട്. ഇപ്പൊ ഒരുത്തന്റെ അടക്കം കഴിഞ്ഞ് വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം. 3 മാസം കഴിഞ്ഞപ്പം ദാവീദ് രാജാവിനെ മോഹം കാണിക്കാൻ ആ നാട്ടിൽ നിന്നൊരു മനുഷ്യൻ ചെന്നു. കൈകൂപ്പിച്ച് പറഞ്ഞു, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ. ഇപ്പൊ രാജാവ് ചോദിച്ചു, എന്നാ മോഹം കാണിച്ചേ? അതെ, രാജാവ് കൽപ്പിച്ചിട്ട് ഒരു വല്യപ്പച്ചന്റെ വീട്ടില് പെട്ടകം കൊണ്ടുവച്ച ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ചോദിച്ചേ? അല്ല, അവന്റെ മുമ്പിൽ നീ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഈ അപ്പച്ചന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ രാജാവ്, അതെന്നാ, ദൈവം അവനെ അങ്ങ് അനുഗ്രഹിച്ചു. ഒരാമയും വരുന്നില്ല. ഞാൻ ദൂത് പറയുക നിന്നോട്, നിന്റെ കഴിവല്ല വിഷയം. നിന്റെ വീട്ടുപേര് തപ്പിപ്പിടിച്ച് ചിലര് കൽപ്പിക്കാൻ പോവുക നിന്റെ വീട്ടിൽ അത് വെക്കാൻ. ഗ്ലോറി. നീ സ്വപ്നം കാണാത്ത കാര്യം ഞാൻ പ്രവചിക്കുക. നീ സ്വപ്നം കാണാത്ത കാര്യം നാട്ടുകാർ പറഞ്ഞില്ലേ നിന്റെ വീട് ശപിക്കപ്പെട്ടെന്ന്, ഇന്നത് തിരിയാൻ പോവുക. പക്ഷെ നീ ഇന്ന് പറയണം, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഓ, ആ ഉറപ്പോടെ സഭ ഇവിടെ എഴുന്നേക്കാം. ഒന്നുകൂടെ പറഞ്ഞു, എങ്ങനെ 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 സ്റ്റേജിലുള്ളവർക്ക് വായില്ല, കേൾക്കുന്നില്ല. അങ്ങനെ നിശ്ചയമായും എനിക്ക് അവര് പറഞ്ഞില്ലേലും നിങ്ങൾ പറയണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ദൈവത്തിന്റെ ദൂത് പറയും. ലൈവിൽ കാണുന്നവര് കേൾക്കുന്നില്ലയോ? നിങ്ങളൊന്നും മിണ്ടുന്നത് കാണുന്നില്ലല്ലോ. നിന്റെ വീട്ടിൽ ചെന്ന് ജീസസ് ഒരു പേപ്പർ എടുത്ത് എഴുതി ഒട്ടിക്കണം, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിശ്ചയമായും. ഞാനിന്ന് വിളിക്കുന്ന ചിലരോട് ദൂത് പറയാ, ആഭിചാര ബന്ധനം നിന്റെ വീട്ടിലുണ്ട്, മന്ത്രവാദമുണ്ട്, അതൊക്കെ കെട്ടടങ്ങാൻ പോവാ. അനുഗ്രഹത്തിന്റെ തടസ്സം
ആ കൈ ഒന്ന് ചേർത്തടിച്ച് അനുഗ്രഹത്തിന് അധിപതിയെ ഒന്ന് പാടാൻ പോവാ. ആ കൈകളൊന്ന് ചേർത്ത് പിടി അടിച്ച് എനിക്കെന്തോ ആ പാട്ട് ഒന്നുകൂടെ പാടാൻ ഒരു നിയോഗം. അനുഗ്രഹത്തിന്റെ അധിപതി ഇറങ്ങുകയാ. യെസ്, കരങ്ങളെ ചേർത്തടിച്ച. യെസ്, എല്ലാവരും വാ തുറന്ന് പാടണം. അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപ പേരും ഒരിക്കൽ കൂടെ. അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ ആരുദിനം നിൻ പാദം ഗതിയെ അടിയാനുരിൽ ആ കൃപ മതിയെ ആരുദിനം നിൻ പാദം ഗതിയെ അടിയാനുരിൽ അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപ പേരും അനുഗ്രഹം അനുഗ്രഹത്തിൽ പാദം ഗതിയെ അടിയാനുദിൻ ആ കൃപ മതിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനുദിൻ ആ കൃപ മതിയെ പാഴ്മടലിൽ പാർത്തിടും ഞാൻ പാഴ്മടലിൽ പാർത്തിടും ഞാൻ കടലിൽ മരണദിന വരുമളവിൽ പാർത്തിടും ഞാൻ പാർവിടത്തിൽ മരണദിന വരുമളവിൽ പറഞ്ഞിടും ഞാൻ പാർവിടത്തിൽ അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുഗ്രഹത്തിൽ അധിപതിയെ അടിയാനുദിൻ കൃപ മതിയെ അനുദിനം പാദഗതിയെ നിശ്ചയമായി നിശ്ചയമായി രണ്ട് കൈയും ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആ കൈകളെ വീശി ഒരു ഹല്ലേലൂയ. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം നിങ്ങളോട് പറയാം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുവാൻ സമയമായി. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, നിശ്ചയമായി നീ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോഴുള്ള സാഹചര്യം മാറും. കുരുക്കി കുരുക്കി ഇട്ട നിന്റെ ലൈഫിന്റെ കുരുക്ക് ഓരോന്നോരോന്നഴിയും. ഡാമിലെ വെള്ളം താം പൊട്ടി ഒഴുകുന്ന പോലെ നിന്റെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകി ഇറങ്ങുന്നത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നിന്റെ റൂട്ട് മാറാൻ പോകുന്നു, നിന്റെ പാത മാറാൻ പോകുന്നു. ഇത് നിന്നെ ബ്ലസ് ചെയ്യുന്ന സെക്ഷനാ. ദാവീദ് രാജാവിനോട് ചെന്ന് പറഞ്ഞു, നീ കൽപ്പിച്ചിട്ട് ഒരു വല്യപ്പച്ചന്റെ വീട്ടിൽ പെട്ടകം വെച്ചിട്ടില്ലയോ? 3 മാസമേ ആ പെട്ടകം അവിടെ ഇരുന്നുള്ളൂ. ഒരു ദൂത്, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ ദൂത് പറയാവോ? നീ ഇതുവരെ പോയ റൂട്ട് മാറാൻ പോവുക, ഇതുവരെ അനുഭവിച്ച രീതി മാറാൻ പോവുക. ശത്രു നിന്റെ കുടുംബത്തിനകത്ത് അഴിച്ചുവിട്ട അസ്ത്രങ്ങൾ വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോകും. ഓ
നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്നുകൂടെ സജീവമാക്കിക്കേ. അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പിച്ച്, അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പിച്ച്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞൊരു അനുഭവമാണ്. ഒരു ദൈവദാസന്റെ വീട്ടിൽ ഒരു ദിവസം രാവിലെ ഞാൻ ചെന്നപ്പോൾ പുള്ളി ഭയങ്കര കടമുള്ള ആളാണ്, എൻ്റെ സ്നേഹിതനാ. പുള്ളി കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. എനിക്കും ഒരു കട്ടൻ കാപ്പി തന്നു. ഞങ്ങൾ രണ്ടുകൂടെ ഒരു സ്ഥലത്ത് പോവാ. അപ്പം 3 പിള്ളേര് വീടിൻ്റെ മുമ്പിൽ ചിരട്ട കൊണ്ട് കുഴിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, കടം എങ്ങനെയുണ്ട്? പുള്ളി പറയും, യുവന്മാരൊക്കെ ഒന്ന് വളർന്നിട്ട് വേണം അത് വീട്ടാൻ. നമ്മളാന്നേ പറയും 3 കൊച്ചു പിള്ളേരും ഞാനും ഭാര്യയും ഞങ്ങൾ ചാകുന്ന കാര്യം തീരുമാനിക്കുക. പ്രത്യാശ അനുഗ്രഹിക്കപ്പെടും നിശ്ചയം. എഴുതിയിട്ടോ, ചില ദിവസത്തിനകത്ത് നിന്റെ ലൈഫ് സ്റ്റൈല് മാറും. നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാ. ഉടനെ ദാവീദ് രാജാവ് ഓർഡർ ഇട്ടു. സ്തോത്രം. ആ പെട്ടക ഇസ്രായേലിൽ കൊണ്ടുവരണം. ഒരിക്കല് അബീമലേക്ക് എന്ന് പറഞ്ഞ രാജാവിന്റെ അടുക്കല് ഇസഹാക്ക് എന്ന് പറഞ്ഞ വല്യപ്പച്ചൻ ചെന്നേച്ച് ചോദിച്ചു, എനിക്ക് താമസിക്കാൻ ഇച്ചിരി സ്ഥലം വേണമെന്ന് പറഞ്ഞു. താമസിക്കാൻ. അപ്പൊ പുള്ളി ചോദിച്ചു, ജോലി എന്തുവാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കൃഷിയുമുണ്ട്, ആടുമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഗരാർമല എടുത്തോളാൻ പറഞ്ഞു. ഗരാർമല അവിടെ ഉരുളങ്കല്ല, എന്നാ കുടിച്ചു വെച്ചാലും ഉണ്ടാകുകയില്ല. സ്തോത്രം. പക്ഷെ ആ വല്യപ്പൻ അവിടോട്ട് പോയി. ബൈബിളിൽ എഴുതിയിരിക്കുക, അവൻ വിതച്ച ആണ്ടിൽ 100 പേര് റിസൾട്ട്. സ്തോത്രം. അടുത്ത കേട്ടോ പറയാം. ഇത് പറയുമ്പോൾ എനിക്കൊരു രസകരമായ അനുഭവം പറയാനുണ്ട്. ഒരിക്കലൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലെ 2 മക്കളുടെ സ്വത്ത് തർക്കം ഉണ്ടായി. അപ്പൊ ഞാനൊരു യോഗത്തിന് ചെന്നപ്പം ഈ സ്വത്ത് തർക്കമുള്ള അപ്പൻ്റെ പിള്ളേർ 2 പേരും കൂടെ കൂടി എൻ്റെ അടുക്ക വന്ന് കൂടിയേച്ച് പറഞ്ഞു, അപ്പനോട് പറഞ്ഞ് ഇതൊന്ന് പരിഹരിക്കണം. അപ്പന് സ്തോത്രം ഇളയവനോട് ആ സ്നേഹം കൂടുതൽ, മൂത്തവനോട് അത്ര വലിയ. പിള്ളേർ 2 ഉണ്ടേലും 3 ഉണ്ടേലും 4 ഉണ്ടേലും ഒക്കെ ഒരാളോട് ഇച്ചിരി കൂടുതൽ സ്നേഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം നാം 2 നമുക്കൊന്നെന്ന സിസ്റ്റത്തിലേക്ക് ഇപ്പം വരാൻ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇളയവനോട് അപ്പന് സ്നേഹമുള്ളതുകൊണ്ട് അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? തിരുവനന്തപുരത്താണേ, വേളിയോട് അടുത്ത സ്ഥലത്താണ്. അപ്പം അവന് 3 ഏക്കർ സ്ഥലം അപ്പൻ അങ്ങ് കൊടുത്തു. ഇവന് കൊടുത്തില്ലെന്നല്ല, 1 ഏക്കർ കണ്ടം കൊടുത്തു. അപ്പൊ എന്നെ ഈ 1 ഏക്കർ കണ്ടം കിട്ടിയവനാണ് ഈ സംസാരിക്കാൻ കൊണ്ടുപോയേക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് അപ്പനോട് പറഞ്ഞപ്പാ, പിള്ളേരോട് നീതിയായിട്ട് ചെയ്യണമെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എന്നോട് ദൈവാത്മാ പറഞ്ഞു, മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. ഞാൻ അവൻ്റെ ചെവി പറഞ്ഞു, 1 ഏക്കർ കണ്ടവാടാ സൂപ്പർ എന്ന് പറഞ്ഞു. 1 ഏക്കർ. അവൻ എന്നോട് ചോദിക്കുക, അവൻ എന്നെ ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി ചോദിക്കുക, 1 ഏക്കർ കണ്ട ആർക്ക് വേണം? സെന്റിന് 10,000 രൂപ പോലും കിട്ടത്തില്ല. അവൻ്റെ എന്ന് പറഞ്ഞാൽ 1 സെന്റിന് 10, 15, 17 ലക്ഷം രൂപ വിലയുള്ള. സ്തോത്രം. ഞാൻ പറഞ്ഞടാ, എന്നാലും ദൈവം പറയുന്നടാ കണ്ടവാ നല്ലേന്ന്. പാസ്റ്ററെ വിളിച്ചോണ്ട് വന്ന് എന്നെ വേണം, ബാക്കി ഞാൻ പറയുന്നില്ല. വേറൊരു പദം കൂടെ പറഞ്ഞായിരുന്നു. നാള് കുറച്ചൊക്കെ കഴിഞ്ഞു. ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം കരഞ്ഞു വിളിച്ചു എൻ്റെ അടുക്ക വന്നു. ഞാൻ ചോദിച്ചു, എന്നാ കണ്ടവാന്നല്ലേ? ആര് പറഞ്ഞു? വിലയില്ലല്ലോ. അല്ല, ജില്ലയുടെ റിങ് റോഡ് കണ്ടത്തിൻ്റെ നടുക്കൂടെ വരിക. അപ്പൊ ചോദിച്ചു, അതിന് എന്താ പ്രയോജനം? എനിക്ക് പിടികിട്ടിയില്ല. എൻ്റെ പാസ്റ്ററെ, മാർക്കറ്റ് വില ഗവൺമെൻറ് തരും റോഡിന്. ഇനി എൻ്റെ 1 സെന്റിന് 40 ലക്ഷം തൊട്ട് മേപ്പോട്ടാ വില. എടാ, എന്നാലും അവൻ്റെ വസ്തുക്കളുടെ റെയിൽവേക്കാർ ഇന്നലെ ചെയിൻ അടിക്കുന്ന കണ്ടു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എടാ, നിന്നെ അനുഗ്രഹിക്കാൻ സ്വർഗത്തിലെ അപ്പൻ തീരുമാനിച്ചാൽ
പണ്ടൊരു പ്രസംഗകൻ ആവേശം കരുതി പറഞ്ഞ അനുഗ്രഹം വണ്ടി പിടിച്ചു വരുമെന്ന് പറഞ്ഞു. ഞാനും ആവേശം കൊണ്ട് പറയുക, നിന്റെ മേലുള്ള അനുഗ്രഹം വണ്ടി പിടിച്ചു വരുമെന്ന്. നിന്നെ ഏതു മല വിട്ടാലും നിന്നെ അനുഗ്രഹിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് യേശുവാ. ഈ ദൂത് ഞാൻ അങ്ങോട്ട് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ നില മുഴുവൻ അങ്ങ് പൊട്ടി. ഒരാമയും വരുന്നില്ല. ഈ ദൂത് എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്നെ 4 ആഴ്ചയായിട്ട് അലട്ടിയ ഒരു പ്രശ്നത്തിന് മണിക്കൂറുകൾക്കകം എനിക്ക് വിടുതൽ കിട്ടി. ഞാൻ എന്തോ ദൈവത്തിൻ്റെ ദൂത് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. നിന്റെ ലൈഫിൽ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പ് വേണം. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോവാം, കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. ഈ ഇസഹാക്ക് വിതച്ച ആണ്ടിൽ 100 മേനി ഫലം കിട്ടി. അവൻ വായിക്കുക, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി. ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ അബീമലേക്ക് എന്ന് പറഞ്ഞ രാജാവ് ഒരു ഭൃത്യനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ഒരു വല്യപ്പനെ ആ മലയിലോട്ട് വിട്ടു. അവൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അവൻ എന്തുമാത്രം പാത്രമുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു നോട്ട് ബുക്കും കൊടുത്തു വിട്ടു. അവൻ താഴെ ചെന്നപ്പോൾ ഈ ഗരാർമല ഇങ്ങനെ പച്ചിച്ച് നിൽക്കുക. അപ്പൊ ഗേറ്റിൽ നിന്ന പുള്ളിയോട് ചോദിച്ചു, ഗരാർമല ഏതാ? ഇതാന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. ഇസഹാക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ പച്ച മിണ്ടല്ല, ഞാൻ ബോസാന്ന് പറഞ്ഞു. ഒന്ന് കാണണം, അപ്പോയിന്റ്മെന്റ് വേണം. മുടിയാൻ കൊടുത്തതാ, ലെവല് പോയോണ്ടോ? ഉടനെ പറഞ്ഞു, കൊട്ടാരത്തിൽ നിന്നാന്ന് പറഞ്ഞു. എന്നാ വന്നാട്ടെന്ന് പറഞ്ഞു. ഇസഹാക്കിന് മുമ്പിൽ കൊണ്ട് നിർത്തി വെച്ച് പറഞ്ഞു, അബീമലേക്ക് രാജാവ് വിട്ടതാ, നിനക്ക് എന്തെല്ലാം ഉണ്ടെന്ന്. അവൻ പറയാ, യഹോവ എനിക്ക് തന്നതെല്ലാം എഴുതിക്കോ. കൊണ്ടുപോയ ബുക്ക് 3 മിനിറ്റ് കൊണ്ട് തീർന്നു. ഗോഡമണിൽ നിന്ന് 400-ന്റെ ഒരു സ്തോത്രം ബുക്കിന്റെ കെട്ടടിപ്പിച്ചു. നിന്നെഴുതുക. വൈകുന്നേരം വരെ എഴുതിയപ്പോൾ എഴുതി അവന്റെ ഊപ്പാട് വന്നു. എന്നിട്ടും എങ്ങും എത്തിയില്ല. ഈ 10-400 ബുക്കും തലേ വെച്ചോണ്ട് അമീബലേക്ക് രാജാവിന്റെ അടുക്കൽ വന്നിട്ട് പുള്ളി ഇങ്ങനെ, രാജാവ് ചോദിച്ചു, എന്നാ എടാ എന്നാ പോയിട്ട് എന്തുവായി? നീ ഒന്നുമില്ല. അബീമലേക്ക് അവന്റെ മുമ്പിൽ നീ തമ്പുരാൻ ഒരുത്തനെ അനുഗ്രഹിച്ചാൽ, ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ, ഇന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എന്റെ മേലെ അനുഗ്രഹം വരട്ടെ. സ്തോത്രം. അബീമലേക്കിനോട് പറഞ്ഞു, നീ മുടിയാൻ വിട്ടില്ലേ വല്യപ്പനെ, അവന്റെ അടുക്ക ചെല്ലാൻ പറ്റുകയില്ല. നിന്റെ മുഴുവൻ സ്വത്തും കൂടെ ത്രാശ വെച്ചാൽ അവന്റെ സ്വത്തിന് ആ തൂക്ക കൂടുതൽ. അബീമലേക്ക് കൊട്ടാരത്തിൽ നിന്ന് കൈ ഒപ്പിച്ച് പറഞ്ഞത്, നീ ഞങ്ങളെക്കാൾ ബലവാനായോണ്ട് ഞങ്ങളെ വിട്ടുപോകണം. ഉറപ്പിക്കാമോ? നിശ്ചയമായും ഞാൻ. ഒന്ന് പറ, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, നിശ്ചയമായും. ഓ ഹലോ, ഉറപ്പിച്ച്. ഇപ്പോഴുള്ള സാഹചര്യം വിട്. ഇപ്പൊ ജോലിയില്ല, വഴിയില്ല, കടമാ, ഞെരുക്കുക. പക്ഷെ അതിനെ മണ്ടയ്ക്കരുത്. നിശ്ചയമായി ഈ സ്ഥിതി മാറും. ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച ഇവിടെ കയറുന്നതിന് മുമ്പ്, ഒരുപക്ഷെ ഈ മാസം തികയുന്നതിന് മുമ്പ്, അടുത്ത ഉപവാസത്തിലായിരിക്കാം. ആത്മാവ് എന്നോട് പറയുന്നു, ആമേൻ, നിന്റെ സ്ഥിതി മാറും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. അപ്പൊ ഒരു ചോദ്യം, നിശ്ചയം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പായോ? ആയോ? നെഞ്ചത്തെ കൈ വിളിച്ചോ, നിശ്ചയമായി ഞാൻ കെനസ് എന്നെ തോപ്പിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ തോക്കുകയില്ല. ലാലിപ്പാസ്റ്ററിനെ തോപ്പിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ തോക്കുകയില്ല. നിങ്ങൾ ആരും എന്നെ തോപ്പിച്ചാൻ തീരുമാനിച്ചാൽ ഞാൻ തോക്കുകയില്ല. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ തോപ്പിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, നിശ്ചയമായി. ഓ, ആ പദം എൻ്റെ ഉള്ളിൽ. ദൈവം പറയാം, നിന്റെ വീട്ടിൽ ചെന്നേച്ച് നീ കാല് കുത്തിവെച്ച് പറയണം, വണ്ടിക്കൂലി കയ്യിലില്ല, പക്ഷെ നിശ്ചയമായി. കണ്ടോ, നിന്റെ സാഹചര്യങ്ങൾക്കെതിരെ സംസാരിക്കുക, നിശ്ചയമായി.
ഈ അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിനാണ് ദൈവം ആദ്യ അനുഗ്രഹം കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് പെട്ടെന്ന് മുമ്പോട്ട് പോവാം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. അപ്പൊ അനുഗ്രഹത്തിനകത്തുള്ള ഒരു പ്രത്യേകതയാണ് പേര് ദൈവം വലിയതാക്കും. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടേ ചോദിച്ചാൽ നിന്റെ പേര് ദൈവം വലുതാക്കും. 50 പേരറിയുന്ന നിന്നെ 500 പേരറിയുന്നവരാക്കും. 500 പേരറിയുന്ന നിന്നെ 5000 പേരറിയുന്നവരാക്കി മാറ്റും. 5000 പേരറിയുന്ന നിന്നെ 5 ലക്ഷം പേരറിയുന്നവനാക്കി മാറ്റും. നിന്റെ പേരവൻ യാക്കോബിന്റെ പേരൊന്ന് മാറ്റിയിട്ടു. ഇന്ന് ഈ ലോകം മുഴുവൻ ആ പേര് കേട്ടാൽ ഒരു ചെറിയ കിടുങ്ങലുണ്ട്. ബൈബിളിലുണ്ട്, യോശുവയോട് പറയുക, ജോശുവയെ ജനത്തിന്റെ മുമ്പിൽ ദൈവം വലിയവനാക്കാൻ തുടങ്ങി. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇതുവരെ നീ കാണാത്ത ചിലത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവാ. അതാ ഇന്നത്തെ ദൂത്. ഇച്ചിരുടെ ഗഹനമായിട്ട് നമുക്ക് ഈ ദൂതിനെ കൊണ്ടുപോകാം. എന്നിട്ട് എഴുതിയിരിക്കുക, അവിടെ എഴുതിയിരിക്കുക, അമ്മി നീ ഒരനുഗ്രഹമായിരിക്കും. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടച്ച് പറ, നീ ഒരനുഗ്രഹമായിരിക്കും. നിന്റെ വീടിന് നീ ഒരനുഗ്രഹമായിരിക്കും. നിന്റെ കുടുംബജീവിതത്തിന് നീ ഒരനുഗ്രഹമായിരിക്കും. നിന്റെ സഭയ്ക്ക് നീ ഒരനുഗ്രഹമായിരിക്കും. ഈ അക്ഷര നഗരിക്ക് നീ ഒരനുഗ്രഹമായിരിക്കും. നിന്റെ ദേശത്തിന് നീ ഒരനുഗ്രഹമായിരിക്കും. അബ്രഹാമേ, നീ ഒരനുഗ്രഹമാ. ആ ഗതികെട്ടനെ ഇറക്കി വിടാനല്ല, നീ ഒരനുഗ്രഹമായിരിക്കും. ഇനി ഒരു ദൂതൂടെ പറഞ്ഞേച്ച് നിർത്താനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല, എന്നാൽ ആ പരുവത്തിലോട്ടൊന്ന് വരിക. ദൈവത്തിന് സ്തോത്രം. ആ ദൂതാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച സന്ദേശം. അപ്പൊ നിശ്ചയമായും എന്ത് ചെയ്യും? ഒന്നുകൂടെ പറ, അടുത്തിരിക്കാൻ തൊട്ട് ഒന്നും പേടിക്കണം. നിശ്ചയമായും എനിക്കൊരു കൈ ആര് തരുമ്പോ മോനെ ഒരു ടെൻഷനും വേണ്ട. നിശ്ചയമായിട്ട് അനുഗ്രഹം നിശ്ചയ. ആൾക്കാർ പറയുക നിന്റെ കുടുംബം തകരാൻ പോവുക, അതെനിക്കറിയത്തില്ല, പക്ഷെ അനുഗ്രഹം ഉറപ്പാ. നിശ്ചയമായും ഞാൻ നിന്റെ വീടിനെ തകർക്കാൻ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും, പക്ഷേ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിശ്ചയമാണ്. സദൃശവാക്യം വളരെ സുപരിചിതമായ വാക്യത്തിലേക്ക് ദൂത് വരുന്നു. സദൃശവാക്യം 10-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, 22-ാമത്തെ വാക്യം. സദൃശവാക്യം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. അപ്പൊ അനുഗ്രഹം ഇറങ്ങിയാൽ എന്തുണ്ടാകുമെന്നാ? സമ്പത്തുണ്ടാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ചിലരൊക്കെ സമ്പത്തിന് ഭയങ്കര എതിരാ, പക്ഷെ സമ്പത്തില്ലാതെ ഈ ഭൂമി ജീവിക്കാൻ പറ്റുമോ? പറ. പെട്രോള് വണ്ടി കൊണ്ട് പമ്പിൽ നിർത്തിയിട്ട് ഫുൾ ടാങ്ക് പെട്രോള്, എന്നിട്ട് പ്രൈസിലോട് പറഞ്ഞാൽ മതിയോ? പറഞ്ഞാലൊരു ജോലി അന്നത്തേക്ക് കിട്ടും. ഇതിനെന്തറിയാം? പമ്പിൽ പെട്രോൾ അടിക്കുക. ഹോട്ടലിൽ ചെന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാൻ നേരത്ത് പ്രൈസിലോട് പറയാൻ പറ്റുമോ? പറഞ്ഞോ, പക്ഷേ കാശ് കൊടുക്കണം. അപ്പോൾ ഈ ഭൂമി ജീവിക്കാൻ നമുക്ക് എന്തോ വേണം? സമ്പത്ത് വേണം. ദൈവത്തിന് സ്തോത്രം. അതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എഴുതിയേക്കുന്നത്? യഹോവയുടെ അനുഗ്രഹം നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് സമ്പത്തുണ്ടാകുമെന്നാ ബൈബിൾ. സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ചിലരുടെ മേൽ കിടക്കുന്ന ഫൈനാൻഷ്യൽ കുരുക്കൊക്കെ ഇന്നൊരനുഗ്രഹത്താൽ പൊട്ടാൻ പോവുക. ഞാനൊന്ന് മനസ്സിലാക്കി തരാം. ഈ പണ്ടൊക്കെ വഴി പോകുന്നവർ പോലും അനുഗ്രഹിക്കും എന്ന പദം പറയുമായിരുന്നു. പണ്ടൊക്കെ വഴി പോകുന്നവര്, സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, അത് കണ്ടുവന്ന് എടുത്താൽ നല്ലതായിരിക്കും. സ്തോത്രം. വഴി പോകുന്നവർ പറയുന്നില്ലെന്നാ വാക്യം. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. റെഫറൻസ് കൂടെ ഒന്ന് പറഞ്ഞേ. 129:8. 129-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നതുമില്ല. പണ്ട് രണ്ടുപേര് തമ്മിൽ കാണുമ്പോൾ പറഞ്ഞ രണ്ട് പദവാ. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുമേ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇപ്പൊ ഞാന് സ്തോത്രം കെനസിനെ കണ്ടു. ശാസ്ത്രത്തോടെ വെച്ചാ കണ്ടേ. കെനസ് ഓർക്കോ എങ്ങനെ കാര്യം മനസ്സിലായത്? അന്നേരം പറയുക, യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ.
യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഉടനെ കരശ്രദ്ധിച്ചവണ യഹോവയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയാം, ഇത് വഴി പോകുന്നവർ പറയുന്നത് ഇപ്പൊ കേൾക്കുന്നില്ല, പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ഇനിയും മുതൽ പറഞ്ഞു തുടങ്ങുമെന്ന് ചോദിച്ചേ. ഒരാളെ കാണുമ്പോൾ യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഒരാമയും വരുന്നില്ല. അങ്ങനെ രണ്ടുപേര് തമ്മിൽ പറഞ്ഞ ശാസ്ത്രത്തോടുള്ളവർ പറയും പ്രാർത്ഥനക്കാരാന്നാ തോന്നുന്നേ. അതെന്നാ അനുഗ്രഹത്തിന്റെ കാര്യം പറയുന്നു. സ്തോത്രം. ഞാൻ എനിക്ക് ഒരു ട്രെയിനെ യാത്ര ചെയ്യുമ്പം എനിക്കിങ്ങനെ ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഫോണിൽ ആൾക്കാർ വിളിക്കുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്നും പറഞ്ഞ് എന്നെ കുഴപ്പിച്ച് കളയല്ലേ. അമ്മി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ആരെങ്കിലും അടുക്കിരിക്കുന്ന കൈ കൊടുത്ത് വെച്ച് പറയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ അടുക്കിരുന്ന ആളാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കും കൈ കൊടുത്തു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ചർച്ചയും കഴിയുമ്പോൾ ഇച്ചിരി പിന്നെ ഒരു 3-4 പ്രാവശ്യം മുമ്പുള്ള പുള്ളി എൻ്റെ അടുക്കലോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് കൈയിട്ടു എന്ന് പറഞ്ഞാൽ തന്നോട്ടെന്ന്. ഞാൻ അങ്കമാലി ചെന്നിറങ്ങിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഇറങ്ങേണ്ടതായിരുന്നു. അങ്കമാലി വരെ വരാൻ കാര്യം അറിയാമോ? ഞാൻ ജനിച്ച പിന്നെ ഇന്ന് വരെ ഒരു മനുഷ്യൻ എന്നോട് ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടത് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങറിയോ, ഇന്നും അവൻ പോയ രാജ്യത്തുനിന്ന് എനിക്ക് വല്ലപ്പോഴും ദശാംശം അയച്ചു തരും. വഴിയെ പോയപ്പോൾ പറഞ്ഞാ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ചോദിക്കുക, നിന്നോട് ആഗ്രഹം ഉണ്ടോ മറ്റുള്ളവരെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ? എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. അനുഗ്രഹം ഉണ്ടാകുന്ന എങ്ങനെ? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും, അധ്വാനത്താൽ ഒന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, സഭായോഗം കൂടെ മുടക്കി വെച്ച് ജോലിക്ക് പോവാ, എന്നിട്ടും ഫെഡറൽ ബാങ്കുകാർ വിളിച്ചോണ്ടേ ഇരിക്കുക. എപ്പോൾ അടയ്ക്കും? പാസ്റ്റർ, ഞായറാഴ്ച കൂടെ 5-10 ഞായറാഴ്ചത്തേക്ക് ഞാൻ കാണത്തില്ല. അതെന്നാ കാര്യം? അത് ഡബിൾ സാലറിയാ, അതുകൂടെ കൊണ്ട് എൻ്റെ കടം വീട്ടണം. അതിനിടയ്ക്കാണ് സ്തോത്രം ഒരു നെഞ്ചിന് വേദന വന്നത്. 4 മാസം ഉണ്ടാക്കിയ ഡബിൾ സാലറി ആശുപത്രിക്കാർ വാങ്ങിച്ചു. യഹോവയുടെ അനുഗ്രഹത്താൽ ഞാനൊരിക്കൽ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പം സ്തോത്രം അവിടെ ഒരു പെങ്കൊച്ച് സാക്ഷി പറഞ്ഞു. ഒരു പാസ്റ്റർ മോളാ, ഞായറാഴ്ച IELTS കോച്ചിങ് ഉണ്ട്, ഞായറാഴ്ച അവധിയാണ്ട് അന്നാ കൂടുതൽ. അവൾക്ക് ഞായറാഴ്ചയാണ് കിട്ടിയേ. അവിടെ അപ്പം അവൾ പറഞ്ഞു, ഡാഡി ഞായറാഴ്ചയാ, ഡാഡി എല്ലാവരോടും സഭായം മുടക്കല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മുടക്കിയ എങ്ങനാ? ഡാഡി പറഞ്ഞു, നിന്നോടും ഞാൻ പറയുന്ന മുടക്കല്ലെന്ന്. അങ്ങനെ കോച്ചിങ്ങിന് പോകാതെ എഴുതിയ ആദ്യത്തെ എക്സാമിൽ അവൾ പാസ്സായി. അവൾ ആ രാജ്യത്ത് വന്നു. സ്തോത്രം. അവൾ സാക്ഷി പറയുക, ഒരു കോച്ചിങ്ങും ഇല്ലാതെ ഞാൻ പാസ്സായേ. എന്നാ കാര്യം? സ്തോത്രം. ശ്രദ്ധിക്കണം, യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറ. ദൈവത്തിന് സ്തോത്രം. സമ്പത്തുണ്ടാകുന്നത് നിന്റെ ജോലിയും മിടുക്കും കഴിവുമല്ല, യഹോവയുടെ അനുഗ്രഹമാണ്. ആർക്കെങ്കിലും ഒക്കെ ലിമിറ്റിനപ്പുറത്ത് വല്ല അനുഗ്രഹം ഉണ്ടായെങ്കിൽ നിഗളിക്കരുത്, ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അന്ന് അനുഗ്രഹിച്ച ദൈവം ഇനിയും നിന്നെ അനുഗ്രഹിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കാൻ സമയം എടുക്കുന്നത്. സമ്പത്തുണ്ടാക്കാൻ ശക്തി തന്നവൻ ഞാൻ യഹോവയല്ലയോ? നിനക്ക് സമ്പത്തുണ്ടാകാൻ ശക്തി തന്നവൻ അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. സമ്പത്തുണ്ടാക്കുവാൻ നിനക്ക് ശക്തി തന്നവൻ യഹോവയാ. സ്തോത്രം. ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് ആത്മനിയോഗത്തോടൊരു കാര്യം പറയാം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നീ മനസ്സിൽ ഉറപ്പിക്കണം, നിശ്ചയമായും ഞാൻ ബ്ലസ്ഡ് ആവും. എന്തുവാ? നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും. എത്ര പേർ പറയും നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും? യഹോവയുടെ അനുഗ്രഹത്താൽ എന്തുണ്ടാകുന്നു? ആരുടെയൊക്കെയോ സാമ്പത്തിക മേഖലകളിൽ നിന്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഇറങ്ങുവാൻ തടസ്സമായി മനുഷ്യരിട്ട കുരുക്ക്, പിശാചിട്ട കുരുക്ക്
ഇന്നത്തെ ആരാധന പൊട്ടിയിട്ട് ഇന്ന് ദൈവമേ എന്നെ ഒന്ന് ഇന്ന് അവസാനത്തെ ആളെ വരെ അനുഗ്രഹിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്നോട് ദൈവം പറയും, ഒരു അനുഗ്രഹം നിന്റെ മേൽ വരാൻ പോവുക, ഒരു അനുഗ്രഹം നിന്റെ സന്തതിയുടെ മേൽ വരാൻ പോവുക, ഒരു അനുഗ്രഹം നിന്റെ കുടുംബ. എനിക്കറിയാം, മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ ബിസിനസ്സിനകത്ത് അനുഗ്രഹം ഇറങ്ങും, നിന്റെ കുടുംബജീവിതത്തിനകത്ത് അനുഗ്രഹം ഇറങ്ങും. ഈ മലയാളി ഒരു ലിമിറ്റിനപ്പത്ത് അനുഗ്രഹിക്കപ്പെടാത്ത എന്നാന്നറിയാം? പെടങ്ങോ ഈ നമുക്ക് ഈ വൺ വേ സിസ്റ്റമാണ്. വാങ്ങിക്കാനേ അറിയത്തുള്ളൂ, കൊടുക്കാൻ മിണ്ടുന്നില്ലല്ലോ. വാങ്ങിക്കാനേ അറിയത്തുള്ളൂ, കൊടുക്കാൻ അറിയത്തില്ല. അപ്പോൾ സ്തോത്രമൊക്കെ പോവേ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു 10-20 വർഷം മുമ്പേക്ക് നമ്മൾ ഉടുപ്പിടുന്ന കടയിൽ ചെന്ന് തുണിയെടുത്ത് തയ്യക്കാരൻ്റെ അടുക്ക കൊണ്ട് അവൻ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിടുമ്പം ഷോൾഡർ ഇവിടെ ഇറങ്ങി നിൽക്കും, പോക്കറ്റ് ഇട്ടാൽ ഇവിടെ നിൽക്കും. സ്തോത്രം അങ്ങനെയൊക്കെ ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ വല്ലാന്നോ? എല്ലാവരും ബ്രാൻഡഡ് ഷർട്ടാണ് ഇടുന്നത്. പണ്ടൊക്കെ കണ്ണാടി ഈയിടെ ഒരു പുള്ളി കണ്ണാടി വെച്ചാൽ വന്ന് ഞാൻ ചോദിച്ചു, അച്ഛോ അടിപൊളി കണ്ണാടിയാലോ. ആരോടും പറയില്ല, 40,000 ആയിരുന്നു. പണ്ട് ഓർക്കുന്നുണ്ടോ? കറുത്ത കണ്ണാടി, ചില്ലി ഗ്ലാസ്സൊക്കെ വെച്ച് അങ്ങനെയൊക്കെ നടന്ന ഭയങ്കര ലെവല് മാറി, സ്ഥിതി മാറി. നമ്മൾ എന്നാ വിലയുള്ള വണ്ടിയല്ല വരുന്നത് അല്ലേ? പണ്ടെങ്ങനെയായിരുന്നു? ഹെർക്കുലീസിന്റെ. എന്നെ നോക്കി ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ട, ഇപ്പൊ ഇതിനെ കുനിയുന്നേ. ഹെർക്കുലീസിന്റെ ഇപ്പം മാരുതിയായി, ഇൻഡിക്കായായി, പറ ഇന്നോവയായി, ക്രിസ്റ്റയായി, പറ ബെൻസായി, ഓഡിയായി, പറ ആയി. പക്ഷെ സ്വോത്രാഴ്ച അന്നത്തെ തന്നെയാ ഇന്നത്തും. എന്നോട് പെണങ്ങൽ, അനുഗ്രഹിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത്. ഒരു കുപ്പി മിനറൽ വാട്ടർ നീ കാശ് കൊടുത്ത് വാങ്ങിക്കും. സ്വോത്രാഴ്ചയുടെ കാര്യത്തിൽ വരുമ്പോഴോ? ഇത് പറയേണ്ടിയിട്ടല്ല, പക്ഷെ ഇന്നിത് പറഞ്ഞേ പറ്റൂ. പൗലോസ് പറയും, അവനവന്റെ പ്രാപ്തി പോലെ കൊടുക്കട്ടെ. അപ്പൊ യഹോവയുടെ അനുഗ്രഹത്താലാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ കഴിവല്ല, അല്ല. നമ്മളെ ചുമ്മാ തമ്പുരാൻ ഇങ്ങനെ വായുവിൽ നിർത്തിയിരിക്കുക. ഒരു കുഞ്ഞു നെഞ്ചുവേന വന്നാൽ നമ്മുടെ ഇടപാട് തിരിയില്ലയോ? പറ. കൊറോണ വന്നപ്പോഴേ, കൊറോണയെ അയ്യോ, ഒരിക്കൽ ഞാൻ കൊണ്ടൊരു ഭാര്യ ഭർത്താവിന് റോസപ്പൂ ചുംബിച്ചു കൊടുത്ത് വിടുക പെട്ടിക്കത്തിട്ടേക്കാൻ. അടുക്കാൻ പറ്റുകയില്ല. ഈ കോട്ടയത്തിൽ ദുബായിൽ നിന്ന് ഭർത്താവ് വന്നപ്പോൾ ഗേറ്റ് അടിച്ച് ഭാര്യ പറഞ്ഞു, അച്ഛാ ഹോട്ടലിൽ താമസിച്ച് പൊക്കോ, അടുത്ത ഭാഗം ദൈവം അനുവദിച്ചാൽ കാണാം. അല്ലേ? നിങ്ങൾ എന്നെ നോക്ക അല്ലേ? നിനക്കൊരു തുമ്മൽ പോലും അന്നേരം. ഈ ഹോളിനകത്ത് ഞാനൊരു ദൈവദാസന്റെ കല്യാണം നടത്തി. ജോഷിഭാഷും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പം വന്നവർക്കും കെട്ടിയവർക്കും ഒക്കെ കൊറോണയാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ വന്നിട്ടുമില്ല, കല്യാണം നടത്തിയിട്ടുമില്ല. നിങ്ങൾ എന്നെ നോക്ക പറയട്ടെ. സാധാരണ എനിക്ക് വല്ലപ്പോഴും പനി വരുന്ന കൊറോണയുടെ കാലത്തിൽ ഒരു തുമ്മൽ പോലും വന്നില്ല. നമ്മളാന്ന് എല്ലാവരുടെയും തലയെ കൈവെക്കുക. നിങ്ങൾ എന്നെ നോക്കി ഞാൻ പറയാ, നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാ. ചുട കയറിയൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം കൂടെ, 15-ാം അധ്യായം 6-ാം വാക്യം. സ്തോത്രം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട്
നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ ഞാനൊരു കൊടുക്കും. വെളിപ്പാട് പറയാം. നിന്റെ വായ്പ വാങ്ങിക്കുന്ന സിസ്റ്റം ഇന്ന് ദൈവാനുഗ്രഹം ഇറങ്ങി പൊട്ടിക്കാൻ പോവാ. യഹോവ നിന്നെ അനുഗ്രഹിക്കൊണ്ട് നീ വായ്പ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾ. അവിടെ തൊട്ട് വായിക്കണം. യഹോവ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. അടുത്ത കേട്ടോ, നീ അനേകം ജാതികളെ ഭരിക്കും. അവർ നിന്നെ ഭരിക്കുകയില്ല. നിന്നെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണം, അനുഗ്രഹം നിന്റെ മേൽ വന്നാൽ അത് മാറും. Glory to God. എനിക്ക് ദൈവം ഒരു നിയോഗം തരിക. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നീ എഴുതിയിട്ടോ, ഈ ദിവസങ്ങളിൽ ഭരണം മാറും. നീ അനേകരെ ഭരിക്കും. നീ പറയുന്ന പോലെ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കും.